പ്രിയപ്രേക്ഷകരെ, ഹരിയാനയിൽ ഇന്ന് സർവീസ് ആരംഭിച്ച ഈ ഹൈഡ്രജൻ ട്രെയിനിന്റെ പ്രത്യേകതകൾ എന്താണ്? അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് ഔദ്യോഗികമായി ഹൈഡ്രജൻ ട്രെയിൻ സർവീസുകളുടെ ഹൈഡ്രജൻ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത്. എന്താണ് ഇതിന്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. സൂചിപ്പിക്കുന്നു, ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആണ് എന്നതാണ്. നമുക്ക് ട്രെയിനുകളുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആവി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ട്രെയിനുകളുടെ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് കൽക്കരി യന്ത്രങ്ങളിലേക്ക്, ഇലക്ട്രിക് ട്രെയിനുകളിലേക്കൊക്കെ അത് മാറിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രെയിൻ യാത്രകൾ നടത്തുന്നത് എങ്കിൽ ഇന്ത്യയുടെ വലിയ നേട്ടം എന്ന് തന്നെ അവകാശപ്പെടാവുന്ന ഒന്നാണ് ഹൈഡ്രജൻ ട്രെയിനുകളുടെ സർവീസ്. എവിടെ നിന്ന് എവിടേക്കാണ് ഈ സർവീസ് നടത്തുന്നത് എന്നുള്ളതാണ്. ജിന്ദിനും സോണിപ്പത്തിനും ഇടയിൽ ആണ് ഈ സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. ജിന്ദിൽ നിന്ന് സോണിപ്പത്തിലേക്കും തിരിച്ചും ആണ് ഇപ്പോൾ ഈ ആദ്യഘട്ടം എന്ന നിലയിൽ സർവീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് നിർവഹിച്ചത്. ഇനി ഇതാ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ, ആദ്യഘട്ടത്തിൽ 89 കിലോമീറ്റർ ദൂരം ആണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക എന്നുള്ളതാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത്, ഈ 89 കിലോമീറ്ററിനിടയിൽ 12 സ്റ്റേഷനുകൾ ആണ് ട്രെയിൻ പിന്നിട്ടു പോകുന്നത്. ഈ ട്രെയിനിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ അടക്കം മനസ്സിലാക്കുന്നിടത്തോളം 100 കിലോമീറ്ററിലധികം വേഗത കൈവരിച്ചുകൊണ്ടാണ് ഈ പരീക്ഷണം പൂർത്തിയാക്കിയത് എന്നാണ്. എന്നാൽ നിലവിൽ പരമാവധി 75 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ സർവീസ് നടത്തിയാൽ മതി എന്നുള്ളതാണ് തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടക്കം എന്ന നിലയിൽ ദിവസത്തിൽ 2 റൗണ്ടുകൾ അല്ലെങ്കിൽ 2 ട്രിപ്പുകൾ ആണ് ഉള്ളത് എന്നതാണ് പുതിയ വിവരം നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ട്രെയിൻ സർവീസിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇനി ഈ സർവീസിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ, ഇതുവരെ നമ്മൾ വികസിപ്പിച്ച അല്ലെങ്കിൽ ലോകത്ത് തന്നെ വികസിപ്പിച്ചിട്ടുള്ള ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള യാത്രാ ട്രെയിനുകൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ട്രെയിൻ എന്നത് ഇപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ട്രെയിൻ സർവീസാണ്. അതായത് ഈ ട്രെയിനിൽ 10 കോച്ചുകൾ ആണ് ഉള്ളത്. ഈ 10 കോച്ചുകളിൽ 2 കോച്ചുകൾ, അത് പവർ ക്യാബിനുകൾ എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അതായത് ലോക്കോ പൈലറ്റുമാർ ഉള്ള ഏറ്റവും മുന്നിലും ഏറ്റവും പിന്നിലുമായുള്ള 2 ക്യാബുകൾ. അത് മാറ്റി നിർത്തിയാൽ പിന്നീട് 8 കോച്ചുകൾ വരുന്ന തരത്തിൽ ഉള്ള പവർ പാസഞ്ചർ ട്രെയിൻ ആണ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 2400 കിലോവാട്ട് എന്നതാണ് ഇതിന്റെ ഇന്ധന ശേഷി എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഇനി ഇതാ ഈ 10 കോച്ചുകളുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ പോകുമ്പോൾ, ഞാൻ സൂചിപ്പിച്ചു 2 പവർ കാറുകൾ ആണ് ഉള്ളത്. ഈ പവർ കാറുകൾ എന്നത് പ്രേക്ഷകർ ട്രെയിൻ യാത്രയൊക്കെ നടത്തുമ്പോൾ കണ്ടിട്ടുണ്ടാകും. ട്രെയിനിന്റെ മുന്നിൽ ഒരു ലോക്കോ പൈലറ്റ് അഥവാ ഡ്രൈവർ ഇരിക്കുന്ന ഇടം, ട്രെയിനിന്റെ പിൻഭാഗത്തും ഇതേ തരത്തിൽ തന്നെ 2 ബോഗികൾ, 2 കോച്ചുകൾ കാണാം. അത് കഴിഞ്ഞാൽ പിന്നീട് 8 പാസഞ്ചർ കോച്ചുകൾ ആണ് ഈ ട്രെയിനിന് ഉള്ളത്. ഈ 8 പാസഞ്ചർ കോച്ചുകളിൽ ആയി 682 ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയതാണ്. നമുക്ക് ട്രെയിൻ യാത്രയുടെ പ്രത്യേകത അറിയാം. ഫുൾ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ മാത്രമല്ല ട്രെയിനുകൾ. അതിപ്പോൾ വന്ദേ ഭാരത് പോലെയുള്ളവയൊക്കെ സീറ്റിംഗ് മാത്രമാണ് അനുവദിക്കുന്നതെങ്കിൽ മറ്റ് ട്രെയിനുകളിൽ അടക്കം ആളുകൾ നിന്നും ഒക്കെ സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ട്. സീറ്റുകളിൽ കുറച്ചുകൂടിയൊക്കെ 3 പേർക്ക് ഇരിക്കാവുന്ന സീറ്റുകളിൽ ചിലപ്പോൾ 4 പേരൊക്കെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നതൊക്കെ നമുക്കറിയാം. എന്തായാലും 682 യാത്രക്കാർക്ക് ഏറ്റവും സുഖകരമായി യാത്ര ചെയ്യാവുന്ന തരത്തിൽ ആണ് ഈ ട്രെയിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നതാണ്. ഇനി എന്താണ് ഈ ഹൈഡ്രജൻ ട്രെയിൻ എന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നീരാവിയിൽ നിന്ന് തുടങ്ങിയതാണ് ട്രെയിൻ ഗതാഗതത്തിന്റെ ഒരു തുടക്കം എന്നത്. അത് ഇലക്ട്രിക് ട്രെയിനുകളിലേക്ക് അടക്കം എത്തി നിൽക്കുന്നു എങ്കിൽ ഇവിടെ ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ട്രെയിൻ പ്രവർത്തിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതുവരെ നമ്മൾ പ്രധാനമായും ഇലക്ട്രിക് ട്രെയിനുകളാണ് നമ്മുടെ രാജ്യത്ത് സർവീസ് നടത്തുന്നത്. ഒരു പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ ഈ ഇരുമ്പ് തൂണുകൾ നിൽക്കുന്നത് കാണാം. അതിലൂടെ ഇലക്ട്രിക് ലൈനുകൾ കടന്നു പോകുന്നത് കാണാം. അങ്ങനെ ഇലക്ട്രിക് പവർ ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണ നിലയിൽ ഇപ്പോൾ അധികമായും ട്രെയിനുകൾ പ്രവർത്തിക്കുന്നത്. എന്താണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇന്ധനം എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചു, ഹൈഡ്രജൻ എന്നത് അങ്ങേയറ്റം അപകടകരമാകുന്ന ഒരു ഇന്ധനം കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയട്ടെ. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജന്റെ ദ്രവീകൃത രൂപം ആണ് നമുക്ക് ഇന്ധനമായി ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ദ്രവീകരണ രൂപത്തിൽ ഉള്ള ഹൈഡ്രജൻ ആണ് ഇതിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്.
ഇനി ഇതിൻ്റെ ഒരു ഇന്ധനക്ഷമതയിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഇരുചക്ര വാഹനങ്ങളിലും 4 വീലറിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ 1 ലിറ്റർ പെട്രോളിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നതൊക്കെ നമ്മൾ കണക്കാക്കി നോക്കാറുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഈ ട്രെയിനിന്, അതായത് ഇപ്പോൾ സർവീസ് ആരംഭിച്ചിട്ടുള്ള ട്രെയിനിന് 1 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് 900 ഗ്രാം ഹൈഡ്രജൻ ആണ് ആവശ്യമായി വരുന്നത്. പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, പലപ്പോഴും ട്രെയിനിൻ്റെ വേഗത കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. അപ്പോൾ പോലും ഈ ഇന്ധനക്ഷമതയിൽ മാറ്റങ്ങളുണ്ടാകും, ട്രെയിനിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും, ഒരുപക്ഷെ കോച്ചുകളുടെ എണ്ണം അനുസരിച്ച് മാറ്റങ്ങളുണ്ടാകാം. ഇതൊക്കെ കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കേണ്ട, ഇനിയും കൂടുതൽ വികസിപ്പിക്കേണ്ട ഒന്നാണ്. അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഭാവിയിൽ കുറച്ചുകൂടി ഇന്ധനത്തിൻ്റെ ലഭ്യത, അതായത് ഇപ്പോൾ 900 ഗ്രാം ആണെങ്കിൽ അതൊരു പക്ഷേ വരും കാലഘട്ടത്തിൽ 500 ഗ്രാം കൊണ്ടോ 450 ഗ്രാം കൊണ്ടോ ഒക്കെ ഈ 1 കിലോമീറ്റർ കവർ ചെയ്യാവുന്ന തരത്തിലേക്ക് എത്തിയേക്കാം. ഒപ്പം ഈ യാത്രക്കാരുടെ ശേഷി വർദ്ധിപ്പിച്ചേക്കാം. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാത്രമാണ് നമുക്ക് ഈ 900 ഗ്രാം ആണ് 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ആവശ്യമായി വരുന്നത്, ഏതാണ്ട് 1 കിലോയ്ക്ക് അടുത്ത് എന്നതാണ്. ഇനി ഹൈഡ്രജൻ ട്രെയിനിൻ്റെ സാങ്കേതിക വിദ്യയിലേക്ക് പോകുമ്പോൾ, അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ, നമ്മൾ ഈ 2026 ആണ് ഈ യാത്ര ആരംഭിക്കുന്നത് എങ്കിൽ പോലും 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു ട്രെയിൻ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഒരു സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചിരുന്നു. അത് ഫ്രഞ്ച് റെയിൽവേ സാങ്കേതിക കമ്പനിയായ ആൽസ്റ്റോം ആണ്. ലോകത്താദ്യമായി തന്നെ ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ട് ട്രെയിൻ സർവീസ് നടത്താം എന്ന ഒരു കണ്ടെത്തൽ നടത്തുകയും അത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തത് എന്നതാണ്. അതേസമയം 2 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2016 ഹൈഡ്രജൻ ട്രെയിനുകളുടെ വികസനം നടക്കുന്നത്. 2018 തന്നെയാണ് ആദ്യ സർവീസ് ആരംഭിച്ചത്. അത് ജർമ്മനിയിൽ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. കോഡിയ ഐലൻഡ് എന്ന ട്രെയിൻ ആയിരുന്നു അത്തരത്തിൽ ഹൈഡ്രജൻ എന്ന ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് ആദ്യമായി യാത്ര നടത്തിയത്. അത് ജർമ്മനിയിൽ എന്നതാണ്. ഇനി ഇതാ അടുത്ത വിശദാംശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ ട്രെയിൻ യാത്ര കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. നമ്മുടെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, ഹൈഡ്രജൻ എന്ന ഇന്ധനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ലോകത്ത് തന്നെ വളരെ കുറച്ച് രാജ്യങ്ങളിലെ സർവീസ് നടക്കുന്നുള്ളൂ എന്നതാണ്. ജപ്പാൻ, ചൈന, അമേരിക്ക, ജർമ്മനി, സ്വീഡൻ, ഈ രാജ്യങ്ങളിൽ മാത്രമാണ് നിലവിൽ ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനുകൾ യാത്ര നടത്തുന്നുള്ളൂ. ആ പട്ടികയിലേക്കാണ് ഇന്ത്യയും കടന്നു വരുന്നത്. ഇനി ഇതാ ഹൈഡ്രജൻ ട്രെയിൻ പ്രൊജക്റ്റ്, അതായത് ഇന്ത്യയിൽ ഇങ്ങനെയൊരു പ്രൊജക്റ്റ് സാധ്യമാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ 2020 ആരംഭിച്ചതാണ്. 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്. 2020-21 നോർത്ത് റെയിൽവേ ആണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അന്ന് 136 കോടി രൂപ, ഓർക്കുക 2020 ഈ 136 കോടി രൂപ ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത് എന്നതാണ് സൂചിപ്പിക്കേണ്ടത്. 2022 ഏപ്രിലിൽ മെതക് എന്ന കമ്പനിയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കരാറിൽ ഏർപ്പെട്ടത്. അങ്ങനെ മെതക് എന്ന കമ്പനിയുടെ നേതൃത്വത്തിൽ ആണ് ഈ പ്രവർത്തനങ്ങൾ 2022 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ചത്. 2026 മെയ് 22 ഈ പ്രൊജക്റ്റ് ഏതാണ്ട് പൂർത്തീകരിച്ച് ഇത് യാഥാർത്ഥ്യമാക്കാം, ജനങ്ങൾക്ക് ഈ സേവനം നൽകാം എന്നത് സംബന്ധിച്ച് റെയിൽവേ ബോർഡ് അനുമതി നൽകിയത്. അതോടൊപ്പം തന്നെ 2026 ജൂൺ 26 അവസാന പരീക്ഷണ ഓട്ടം നടന്നത്. അതായത് 1 മാസം പോലും ആയിട്ടില്ല അവസാന പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കിയിട്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ വിജയകരമായി പരീക്ഷണങ്ങൾ നടന്നു, സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വിജയകരമായിരുന്നു. അങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് യാഥാർത്ഥ്യമായി ഇതാ സഞ്ചരിക്കാൻ ആളുകൾ തയ്യാറെടുക്കുന്നു എന്നത്. ഒപ്പം ഇതാ മറ്റു പ്രത്യേകതകൾ കൂടി ഒന്ന് പരിശോധിച്ചു പോകാം. അവിടെ ഞാൻ സൂചിപ്പിച്ചു, ഇപ്പോൾ ഇലക്ട്രിക് ട്രെയിനുകൾ ആണ് പ്രധാനമായും സർവീസ് നടത്തുന്നത് എങ്കിൽ ഇനി ഈ ഹൈഡ്രജൻ ട്രെയിനുകൾ വ്യാപകമാകുമ്പോൾ ഇങ്ങനെ ഇലക്ട്രിക് ലൈനുകളുടെ ആവശ്യം ഉണ്ടാകുന്നില്ല എന്നതാണ്. അതിലൊക്കെ എടുത്തു പറയേണ്ടത് ഇത് ഏറ്റവും പ്രകൃതി സൗഹൃദമായ സർവീസ് ആണ് എന്നതാണ്. അതായത് ഹൈഡ്രജൻ ട്രെയിനുകൾ യാത്ര ചെയ്യുമ്പോൾ പരിസ്ഥിതിക്ക് മലിനമാകുന്ന തരത്തിൽ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള മറ്റു ഉൽപ്പന്നങ്ങൾ, പുകയോ പൊടിപടലങ്ങളോ ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹൃദമാകുന്ന, അതായത് കാർബൺ ബഹിർഗമനം ഏറ്റവും അധികം കുറയ്ക്കാൻ പറ്റുന്ന സർവീസ് ആണ് ഹൈഡ്രജൻ ട്രെയിനുകളുടേത് എന്നതാണ്. അത് ലോകം തന്നെ ഇപ്പോൾ ഈ കാർബൺ ബഹിർഗമനം കുറയ്ക്കുവാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമാവുകയാണ് നമ്മുടെ രാജ്യവും. ഒപ്പം ഇത്
ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഊർജം പ്രവർത്തിക്കുന്നത്. അത് അങ്ങേയറ്റം സങ്കീർണമായ ഒന്നാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഹൈഡ്രജൻ ട്രെയിനുകളിൽ നിറയ്ക്കുക, ഹൈഡ്രജൻ ടാങ്കുകളിലേക്ക് നിറയ്ക്കുക എന്നത് പോലും ഏറെ ശ്രമകരമാണ്. ഏറ്റവും തണുത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ സർവീസ് ആരംഭിച്ചു എന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്തരം കോച്ചുകൾ അധികമായി സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്, എൻജിൻ സംവിധാനങ്ങൾ അധികമായി സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. അതിലൊക്കെ എടുത്തു പറയേണ്ടത് ഈ ഇന്ധനം നിറയ്ക്കുന്നതും ഇന്ധനത്തിൻ്റെ കപ്പാസിറ്റിയും ഒക്കെ ഇപ്പോൾ ശ്രമകരമായ ദൗത്യമാണ്. പക്ഷേ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും ആ മേഖലയിൽ കൂടുതൽ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തും. അങ്ങനെ ഈ സർവീസ് കൂടുതൽ ജനകീയമാകും. അങ്ങനെ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിൽ ഹൈഡ്രജൻ സർവീസുകൾ രാജ്യത്ത് ഇനിയും കൂടുതൽ മേഖലകളിലേക്ക് പടരും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.